നമുക്കൊരു ചെറിയ വലിയ ആളിനെ പരിചയപ്പെടാം. കളിപ്പാട്ടങ്ങൾ കളിക്കൂട്ടുകാരനാകേണ്ട പ്രായത്തിൽ കൂട്ടുകാർക്കായി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുന്ന ഒരു 6 വയസ്സുകാരൻ. കാസർഗോഡ് കോട്ടപ്പാറയിലെ 1-ാം ക്ലാസ്സുകാരനായ ശബരിയാണ് കളിമണ്ണിൽ ശില്പവിസ്മയം തീർക്കുന്നത്. ഒരു 6 വയസ്സുകാരന്റെ ലോകത്ത് കളിപ്പാട്ടങ്ങൾക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്കറിയാം. പഠനത്തോടൊപ്പം കൗതുകമുള്ള കളിപ്പാട്ടങ്ങളും കൂടെ ഉണ്ടാകും. എന്നാൽ ഈ പ്രായത്തിൽ ശബരി വ്യത്യസ്തനാകുന്നത് കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചാണ്. ഫോൺ നോക്കും, ചേച്ചി ഫോൺ നോക്കും, പിന്നെ അമ്മ പണിയെടുക്കും. ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് ആക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ തരും, അതിൽ നോക്കിയിട്ട് ആക്കും. വീട്ടില് അച്ഛൻ, അമ്മ, 2 ചേച്ചി, ഒരു ചേച്ചി ഉണ്ട്. ചേച്ചി സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാൻ 100-ലധികം രൂപങ്ങളാണ് കളിമണ്ണിൽ ശബരി ഇതിനകം തീർത്തത്. 3-ാമത്തെ വയസ്സിലാണ് ഗോതമ്പ് മാവ് കൊണ്ട് ആദ്യമായി രൂപമുണ്ടാക്കിയത്. അമ്മ സൗമ്യ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴച്ചപ്പോഴായിരുന്നു കുഞ്ഞു ശബരിയുടെ വികൃതി. കളി കാര്യമായപ്പോൾ അമ്മയും അച്ഛൻ സുബ്രഹ്മണ്യനും അങ്കണവാടിയിലെ ടീച്ചർ ഇന്ദിരയുമെല്ലാം പ്രോത്സാഹനവുമായി കൂടെ കൂടി. 3-ാം വയസ്സ് മുതലേ അങ്ങനെ തുടങ്ങിയല്ലോ. അപ്പൊ നമ്മൾ വിളിച്ചു ഇങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്താൽ അങ്ങനെ ആക്കുമല്ലോ. അവര് ഇല്ലാതെ വാങ്ങിച്ചു കൊടുത്തത് ഒരു ദിവസം. അപ്പൊ അങ്ങനെ മനസ്സിലായതുണ്ട്. ദൈവങ്ങളുടെയും തെയ്യങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടാക്കാനാണ് ഏറെ ഇഷ്ടം. ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, മുത്തപ്പൻ, പുലി, കരിഞ്ചാമുണ്ടി, കുറത്തിയമ്മ, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ജീവൻ തുടിക്കുന്ന പച്ചക്കറി രൂപങ്ങളും ആരെയും ആകർഷിക്കും. വാഴക്കോട് ഗവൺമെന്റ് സ്കൂളിലെ ശബരിയുടെ അധ്യാപകരും കൂട്ടുകാരുമെല്ലാം പിന്തുണയുമായി രംഗത്തുണ്ട്. വീടു നിറയെ കളിപ്പാട്ടങ്ങളാണ്. ഇടയ്ക്ക് കൂട്ടുകാർക്ക് കളിമണ്ണിൽ സമ്മാനങ്ങളും നിർമ്മിച്ചു നൽകും. പഠിച്ച് ജോലി നേടുന്നതിനൊപ്പം ശില്പങ്ങളുടെ ലോകത്ത് പേരെടുക്കാൻ കൂടെയാണ് കുഞ്ഞു ശബരിക്ക് ഏറെ ഇഷ്ടം. ജനം, കാസർഗോഡ്.